PYQ സെക്ഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. LGS മെയിൻസ് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ആൻസർ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. തെറ്റായ ജോഡി ഏതാണ്? ഓരോ കൃതികളും അവയുടെ ഓതേഴ്സിനെയാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിലാവിൻ്റെ നാട്ടിൽ അഷിത, വീണപ്പൂവ് കുമാരനാശാൻ, തിരയും ചുഴിയും സച്ചിദാനന്ദൻ, ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്. ഇതിൽ തെറ്റായത് ഓപ്ഷൻ സി ആണ്. തിരയും ചുഴിയും സച്ചിദാനന്ദനാണ് തെറ്റായ ഓപ്ഷൻ. തിരയും ചുഴിയും ആരുടെയാണ്? എസ് ഗുപ്തൻ നായരുടെ ബുക്കാണ് എന്ത്? തിരയും ചുഴിയും. നിലാവിൻ്റെ നാട്ടിൽ അഷിത, വീണപ്പൂവ് കുമാരനാശാൻ, ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്. ചുവടിൽ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ചുവടിൽ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഇനാമൽ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഇനാമൽ. താഴെ തന്നിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? 4 വസ്തുക്കളും അവയുടെ pH വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 4 പ്രസ്താവനകളും തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ചാരമാണ്. ചാരത്തിൻ്റെ pH വാല്യൂ 5 ആണ്. തേയില pH വാല്യൂ 4, വെള്ളം pH വാല്യൂ 8, സോപ്പ് pH വാല്യൂ 4. pH വാല്യൂ എങ്ങനെ നോക്കുക? 7 ആണ് നോർമൽ അല്ലേ? 7ൽ കൂടുതലായ നമ്മൾ എന്ത് പറയും? ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. 7ൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ആസിഡ് സ്വഭാവം കാണിക്കുന്നു പറയും. അപ്പൊ ഇതിൽ നോക്കാം. തേയില ആൽക്കലി സ്വഭാവം കാണിക്കും. ആദ്യത്തെ പ്രസ്താവന എന്താണ്? തേയില ആൽക്കലി സ്വഭാവം കാണിക്കും. തെറ്റാണ്. കാരണം ഇവിടെ തേയില 4 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് സ്വഭാവം കാണിക്കണം? ആസിഡ് സ്വഭാവമാണ് കാണിക്കേണ്ടത്. പക്ഷെ എന്താ പ്രസ്താവന? ആൽക്കലി സ്വഭാവം കാണിക്കും. ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. കുടിവെള്ളം 8 ആണ്, ആൽക്കലി സ്വഭാവം കാണിക്കും. അത് ശരിയാണ്. സോപ്പ് ആൽക്കലി സ്വഭാവം കാണിക്കും. സോപ്പ് 4 ആണ്, ആസിഡ് സ്വഭാവമാണ് കാണിക്കേണ്ടത്. അപ്പൊ അതും തെറ്റാണ്. ചാരം ആൽക്കലി സ്വഭാവം കാണിക്കും. ചാരം ഇവിടെ 5 എന്നുള്ള വാല്യൂ കൊടുത്തിരിക്കുന്നത്. അത് ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ആൽക്കലി സ്വഭാവമാണ്. അപ്പൊ അതും തെറ്റാണ്. ആൻസർ കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യം. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സത്ലജ്. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സത്ലജ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ചെന്തുരുണി വന്യജീവി സങ്കേതം. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാ? തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മല. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം താഴെ പറയുന്നതിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം താഴെ പറയുന്നതിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്?
നിസ്സഹകരണ സമരം. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠം. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഈ വാക്കുകൾ ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഈ വാക്കുകൾ ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ. ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ. ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്തെയാണ് ചർച്ച ചെയ്യുന്നത്? 4A. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ചർച്ച ചെയ്യുന്നത്? ഭാഗം 4A. COVID-19 ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ്? ചൈനയിലാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാ റാം മോഹൻ റായ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? രാജാ റാം മോഹൻ റോയ്. 2021 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പാകിസ്ഥാൻ. 2021 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. നീതി ആയോഗിന്റെ 2020-21 സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗിന്റെ 2021 സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ശുക്രനെ കുറിച്ച് പഠിക്കാൻ 2030 വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ശുക്രദൗത്യം എൻവിഷൻ. ശുക്രനെ കുറിച്ച് പഠിക്കാൻ 2030 വിക്ഷേപിക്കുന്ന യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ശുക്രദൗത്യമാണ് ഇത്? എൻവിഷൻ. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറി ഓക്സൈഡ്. മെർക്കുറി ഓക്സൈഡാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിക്കാൻ വേണ്ടി ചൂടാക്കിയത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി JP നദ്ദ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരുന്ന മേഖല മലബാർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരുന്ന മേഖല മലബാർ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 212 ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യത ഉള്ളത്. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ദ്വിതീയ മേഖലയിലെയും തൃതീയ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യത കൂടി വരുന്നത്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സത്ലജ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സത്ലജ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത്
ഏതാണ്? കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായമാണ് ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം. ഇത് മൂന്നും ഭക്ഷ്യോൽപാദനത്തെ ഡയറക്റ്റ് ബന്ധമുള്ള കാര്യങ്ങളാണ് അല്ലേ? എന്നാൽ കാര്യക്ഷമമായ പൊതുവിതരണം അതിനൊരു വെല്ലുവിളിയിൽ ഉൾപ്പെടാത്ത ഒരു കാരണമാണ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യയാണ്. കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യയാണ്. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെയാ സൂചിപ്പിക്കുന്നത്? സാമ്പത്തിക വളർച്ചയെ. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏതാണ്? മംഗദെച്ചു ജലവൈദ്യുത പദ്ധതിയാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതുതരം ഗ്ലാസ് ആണ്? ഫിൻ ഗ്ലാസ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതുതരം ഗ്ലാസ് ആണ്? ഫിൻ ഗ്ലാസ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. അക്ഷരത്തെറ്റുണ്ട്, അത് ശ്രദ്ധിക്കണ്ട കേട്ടോ. ഇവിടെ വായൊന്നുമില്ല. സമ്പദ് വ്യവസ്ഥ എന്നാണ്. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഇത് ഏതുമായി ബന്ധപ്പെട്ടാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്ന യോജനയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായി. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ലാലാ ലജ്പത് റായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ജാരിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ജാരിയ. രണ്ടായിരത്തി 2021 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? സേവന മേഖല. GDP ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെ നിന്നാണ്? സേവന മേഖല. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. അത് കറക്റ്റാണ്. ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ. അത് ശരിയല്ല.
ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ശരിയാണ്. അപ്പൊ ഒന്നും മൂന്നുമാണ് കറക്റ്റ് ആൻസർ. ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യ ശൃംഖലയിൽ ആദ്യ കണ്ണി എപ്പോഴും എന്താണ്? മാംസഭോജി ആയിരിക്കുമോ? അല്ല. അപ്പൊ അത് തെറ്റാണ്. ഒന്നും മൂന്നുമാണ് കറക്റ്റ് ആൻസർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം. ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം. സൈലന്റ് വനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലി. സൈലന്റ് വനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലി. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതി. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതി. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള കേരളത്തിലെ നദി പെരിയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഘർഷണ ബലം. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഏത്? ഘർഷണ ബലം. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? നെല്ല്. ശരിയായ ക്രമം ഏത്? 1024 KB ആണ് ഒരു MB. 1024 MB ആണ് ഒരു GB. 1024 GB ആണ് ഒരു TB. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ ദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ ദർപ്പൺ. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടേൻ. നിലവിലെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി അർജുൻ റാം മെഘ്വാൾ. നിലവിലെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആരാണ്? അർജുൻ റാം മെഘ്വാൾ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 21A ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A. ക്വാഷിയോക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? പ്രോട്ടീനിന്റെ കുറവാണ് ക്വാഷിയോക്കർ എന്നതിന്റെ കാരണം. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം ഉള്ള ജില്ല ഏത്? കാസർഗോഡ്. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരമുള്ള ജില്ല ഏത്? കാസർഗോഡ്. ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിതയാണ് എന്ത്? തെറ്റായ ആൻസർ. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് ORS. നിർജ്ജലീകരണത്തിന് ഏതാ കൊടുക്കുന്നത്? ORS. 19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയാണ് ഫസ്റ്റ് ബെൽ 2.0. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയാണ് ഫസ്റ്റ് ബെൽ 2.0.
വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത, നിശാന്തത. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത ഏതാണ്? നിശാന്തത. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാധമാണ് പേൻ. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാധമാണ് എന്ത്? പേന്. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം പ്രമേഹം. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്താണ്? പ്രമേഹം. ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണരൂപം എന്താണ്? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. എന്താണ്? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ചൗരി ചൗര സംഭവം. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ചൗരി ചൗര സംഭവം. പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? ആദിവാസികൾക്കായുള്ള ആതുര സേവനം. പത്മശ്രീ ലഭിച്ച ഡോക്ടർ സഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? ആദിവാസികൾക്കായുള്ള ആതുര സേവനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജലജന്യ രോഗങ്ങൾ കണ്ടെത്തുക. ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയാ? ഹെപ്പറ്റൈറ്റിസ് A ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് B ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് E ഉണ്ട്, ലെപ്റ്റോസിറോസിസ് ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4. ആൻസർ 1, 3, 4. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് E, ലെപ്റ്റോസിറോസിസ്. ഇത് മൂന്നും എന്താണ്? ജലജന്യ രോഗങ്ങളാണ്. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? കോവാക്സ്. ആദ്യകാലത്തെ മിൻഡേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം ഏതാണ്? വോളിബോൾ. ആദ്യകാലത്തെ മിൻഡേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം വോളിബോൾ. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം സിക്ക. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം സിക്ക. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ജീവിതശൈലി രോഗ നിയന്ത്രണം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏത്? രാജാറാം മോഹൻ റോയ് 1828 ബ്രഹ്മസഭ സ്ഥാപിച്ചു. അത് കറക്റ്റ് ആണ്. അത് പിന്നീട് എന്തായി? ബ്രഹ്മസമാജം എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. അപ്പൊ എന്താണ്? രാജാറാം മോഹൻ റോയ് 1828 ബ്രഹ്മസഭ സ്ഥാപിച്ചു. അത് പിന്നീട് ബ്രഹ്മസമാജം എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. അതുപോലെ തന്നെ സതി എന്ന ദുരാചാരത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു. അതും ശരിയാണ്. വിഗ്രഹാരാധന, ജാതീയത, അർത്ഥശൂന്യമായ ആചാരങ്ങൾ, മറ്റ് സാമൂഹിക അനാചാരങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രചാരണത്തിനായി അദ്ദേഹം കൽക്കട്ടയിൽ ആത്മീയ സഭ സ്ഥാപിച്ചു. അതും കറക്റ്റാണ് അല്ലേ? വിഗ്രഹാരാധന, ജാതീയത, അർത്ഥശൂന്യമായ ആചാരങ്ങൾ, മറ്റ് സാമൂഹിക അനാചാരങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രചാരണത്തിനായി അദ്ദേഹം കൽക്കട്ടയിൽ ആത്മീയ സഭ സ്ഥാപിച്ചു. മതത്തിലെ ആചാരങ്ങളെ അദ്ദേഹം വിമർശിക്കുകയും അതേസമയം ക്രിസ്തുവിനെ ദൈവത്തിന്റെ അവതാരമായി അംഗീകരിക്കുകയും ചെയ്തു. അതാണ് തെറ്റായ ഓപ്ഷൻ. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഓപ്ഷൻ സി ആണ് ആൻസർ. താങ്ക് യു.